അവരാരും അതിനെ തൊടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞാൽ അയാളെ സ്നാനം ചെയ്യിച്ച ഒരാളാണ് എങ്കിൽ അയാളെ അവർ ബഹുമാനപൂർവ്വം കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു. എന്നതിനു ശേഷം അയാൾ എവിടെയാണോ മരിച്ചത് അവിടെ തന്നെ അയാൾ മറമാടുകയും ചെയ്യുന്നു. മൊത്തത്തിൽ മൃതശരീരങ്ങൾ മാറ്റാൻ പാടില്ല എന്ന വിശ്വാസമാണ് ആ മതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറ്റാൻ പാടില്ല. എന്നാൽ ഒരു നാട്ടിൽ മറവെയ്യാനുള്ള സൗകര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ മാറ്റാവുന്നതാണ്. വീട്ടിൽ മരിച്ച ഒരാളെ വീട്ടിൽ തന്നെ കുഴിച്ചിടണം എന്നതിനർത്ഥമില്ല. മറിച്ച് ആ നാട്ടിൽ നിന്ന് മാറ്റാൻ പാടില്ല എന്ന് മാത്രം അവർക്ക് വിശ്വാസമുള്ളത്. അതേപോലെ തന്നെ അപമരണങ്ങൾ, ഒരു ആക്സിഡന്റിൽ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ഒരു അപമൃത്യു മരിച്ചു, ഒരാൾ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഒരാളൊരു അപകടത്തിൽ മരിച്ചുപോയി, അല്ലെങ്കിൽ ഒരു വീട് പൊളിഞ്ഞാടേനുള്ളിൽപ്പെട്ട് മരിച്ചുപോയി തുടങ്ങിയ മരണങ്ങളെല്ലാം ദൈവകോപത്താൽ ഉണ്ടായ മരണങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നു. അത്തരം മരിച്ച ആൾക്കാർ അവർ മ്ലേച്ഛങ്ങളാണ്, നജസുകളാണ്, അവരെ തൊടാൻ പാടില്ല എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അയാളെ കുളിപ്പിക്കുകയോ അയാൾക്ക് സമൂഹത്തിലെ മരിച്ച ഒരംഗത്തിന്, ഒരു മയ്യത്തിന് ലഭിക്കേണ്ട പരിഗണനകളൊന്നും അവർ നൽകുകയും ചെയ്യുകയില്ല. അതേപോലെ തന്നെ പിന്നെ മറവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി ഒരു കുഴി വെട്ടുമ്പോൾ വെട്ടിയ കുഴിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത് മരിച്ച ആളുടെ വായിൽ വെക്കുക എന്നത് അവരുടെ ഒരു ആചാരമാണ്. അതിനുശേഷം ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയും മലർത്തി കിടത്തുകയും ചെയ്യുന്നു. ഖബറ് അദ്ദേഹത്തിന്റെ കിടത്തം, അതായത് കണ്ണ്, കാല്, ഇത് രണ്ടും കുത്തുബ് നക്ഷത്രത്തിലേക്ക്, അതായത് ധ്രുവ നക്ഷത്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം. അതാണല്ലോ അവരുടെ ഖിബില, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. മാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ കരയുക, വേദനപ്പെടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ മതത്തിൽ ഹറാമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. മാത്രമല്ല മരണം എന്നത് അവരുടെ ഇടയിൽ സന്തോഷത്തിന്റെ ഒരു വാതിലാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിച്ചാൽ ഒരിക്കലും തന്നെ ദുഃഖം ഉണ്ടാവാൻ പാടില്ല, ദുഃഖം പ്രകടിപ്പിക്കാനും പാടില്ല. അവര് ഇതിനേക്കാൾ ഉത്തമമായ ഒരു നാട്ടിലേക്ക് പോയതാണ് എന്ന വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. മാത്രമല്ല യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം താൻ മരിച്ചാൽ ഒരാളും കരയരുത് എന്ന് വസിയത്ത് ചെയ്തിരുന്നു എന്ന് അവരതിന് പ്രമാണമായി ഉദ്ധരിക്കുകയും ചെയ്യുന്നു. പിന്നെ മരിച്ചതിന് ശേഷം, മറമാടിയതിനു ശേഷം നരകത്തിൽ ഒരാളും കാലാകാലം താമസിക്കില്ല. എല്ലാവരും സ്വർഗത്തിലാണ് ജീവിക്കുക എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ വളരെ ഗുരുതരമായ പാപം ചെയ്ത ആൾക്കാർ, സ്നാനം ചെയ്യാത്ത ആൾക്കാർ തുടങ്ങിയ ആൾക്കാരെല്ലാം അതിനുള്ള ശിക്ഷ നരകത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരും. അത് കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇതൊക്കെയാണ് മരണവുമായി ബന്ധപ്പെട്ട, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ വിശ്വാസങ്ങൾ. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് വിചിത്രമായ വിശ്വാസങ്ങളാണ് സാബിയൻ മതക്കാർക്കുള്ളത്. അതേപോലെ തന്നെ കന്യകത്വ പരിശോധന എന്ന് പറഞ്ഞ ഒരു വിചിത്രമായ അല്ലെങ്കിൽ കൊള്ളരുതാത്ത ഒന്ന് അവരുടെ ഇടയിലുണ്ട്. അതെന്തെന്നാൽ ഒരു സ്ത്രീ വിവാഹിതയാവണമെങ്കിൽ അവൾ കന്യകയാണ് എന്ന് ഉറപ്പായിരിക്കണം. അവരുടെ കന്യകത്വം പരിശോധിക്കേണ്ടത് അവരുടെ ഏറ്റവും വലിയ പുരോഹിതന്റെ ഭാര്യയുടെ ചുമതലയാണ്. ഭാര്യ പരിശോധിച്ചുകൊണ്ട് അവൾക്ക് കന്യകത്വമുണ്ട്, കന്യകാചർമ്മം നീങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഒരു സ്ത്രീയെ അവരുടെ ഇടയിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് വിശ്വസിക്കുന്നത്. കുറ്റത്തിന്റെയും ശിക്ഷയുടെയും കാര്യത്തിൽ വ്യഭിചാരം എന്ന് പറഞ്ഞതിനെ ഒരു കുറ്റമായിട്ടാണ് അവർ കാണുന്നത്. ഒരു സ്ത്രീ വ്യഭിചരിച്ചു എങ്കിൽ ആ സ്ത്രീയെ കൊല്ലാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവളെ എല്ലാ അർത്ഥത്തിലും ബഹിഷ്കരിക്കണം, സമൂഹത്തിൽ നിന്ന് അവളെ പുറത്താക്കുകയും ചെയ്യണം. മാത്രമല്ല അങ്ങനെ പുറത്താക്കപ്പെട്ടാലും അവൾക്ക് സ്നാനം ചെയ്യിച്ചുകൊണ്ട് ഒരു പുതിയ വിശുദ്ധിയോടുകൂടെ അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് വിവാഹമോചനത്തെ സംബന്ധിച്ച്. വിവാഹമോചനം എന്ന ഒരു സംഭവത്തെ സംബന്ധിച്ച് അവരുടെ മതം ഒരിക്കലും ചർച്ച ചെയ്യുന്നേയില്ല. വളരെ ഗുരുതരമായ സ്വാഭാവിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ദമ്പതിമാർക്കിടയിൽ ജീവിച്ച് പൊരുത്തത്തോടെ മുന്നോട്ട് പോകാൻ സാധ്യമാവില്ല എന്ന് വരികയും ചെയ്താൽ തീർച്ചയായും അവരുടെ മതപുരോഹിതന് ആ വിവാഹബന്ധം നിങ്ങൾ ഒന്നിച്ചു ജീവിക്കേണ്ട എന്ന് പറയാം എന്നതല്ലാതെ സാധാരണഗതിയിൽ വിവാഹമോചനം ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ മതം അനുശാസിക്കുന്നത്. അവരുടെ വർഷത്തിൽ 360 ദിവസങ്ങളാണുള്ളത്. അത് സാധാരണഗതിയിലുള്ള മിന്ദായിയ വർഷം എന്ന് പറഞ്ഞൊരു വർഷമാണ് അവർക്കുള്ളത്. അത് 360 ദിവസമാണ്. 30 ദിവസമുള്ള 12 മാസങ്ങൾ തന്നെയാണ് അവരുടെ കലണ്ടറിലുള്ളത്.
അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന മൊത്തം ദിവസങ്ങൾ 360 ദിവസങ്ങൾ വരുന്നത് അവരുടെ ആഘോഷ ദിവസങ്ങളായ ബഞ്ച എന്ന് പറഞ്ഞ ആഘോഷത്തിന്റെ 5 ദിവസങ്ങൾ കൂട്ടിയാണ്. അതുകൂടി കൂടുമ്പോഴാണ് അവരുടെ കൊല്ലം പൂർത്തിയാക്കുന്നത്. മാത്രമല്ല അവരുടെ ചരിത്രവും അവരുടെ കലണ്ടറും ശരിയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ അവര് പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ വർത്തമാനകാലത്ത് അവർ ജീവിക്കുന്നത് മുസ്ലിം സമുദായത്തോട് ഇടപഴകിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഹിജ്റ കലണ്ടർ ശരിയാണ് എന്നവർ വിശ്വസിക്കുന്നു. മാത്രമല്ല മുഹമ്മദ് നബി ശരിയായ പ്രവാചകനാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. മുഹമ്മദ് നബി എന്നൊരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് എന്ന് തങ്ങളുടെ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്ന് പരാമർശമുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർ നബിയിൽ അങ്ങനെ ഈമാൻ കൊള്ളുന്നില്ല എങ്കിലും അതവർ അംഗീകരിക്കുന്നുണ്ട് എന്ന് മാത്രം. അവരുടെ ഇടയിലുള്ള വിശേഷ ദിവസം ഞായറാഴ്ച ദിവസമാണ്. നസാറാക്കളെ പോലെ തന്നെ ക്രിസ്ത്യാനികളെ പോലെ തന്നെ ആ ദിവസത്തിൽ ഒരു ജോലിയും അവർ ചെയ്യുകയില്ല. മൊത്തത്തിൽ അന്നേ ദിവസം ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നാണ് അവരുടെ മതപരമായ ശാസനം. മാത്രമല്ല അവരുടെ ഇടയിൽ വിചിത്രമായ മറ്റൊന്നുണ്ട്. അവർക്ക് നീല നിറങ്ങളുടെ കൂട്ടത്തിൽ നീല നിറം അവർക്ക് വെറുപ്പുള്ള ഒരു നിറമാണ്. നീല നിറത്തെ അവർ വ്യാപകമായി ഉപയോഗിക്കുകയില്ല, അവർ അതിനെ അംഗീകരിക്കുകയും ചെയ്യുകയില്ല. നീല നിറത്തോട് ഒരു പ്രത്യേകമായ വിദ്വേഷം അവർക്ക് മതപരമായി ഉണ്ട്. മാത്രമല്ല വിവാഹത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, വിവാഹം കഴിക്കാതെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മതം ഒരിക്കലും അനുവദിക്കുന്നില്ല. മാത്രമല്ല ഒരാൾ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് മോക്ഷം ഉണ്ടാവില്ല എന്നാണ് അവരുടെ മതധർമ്മങ്ങൾ പഠിപ്പിക്കുന്നത്. നക്ഷത്രങ്ങളെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന സമൂഹമാണെന്ന് പറഞ്ഞു. നക്ഷത്രങ്ങളുടെ നീക്കുപോക്കുകൾക്ക് ആസ്പദമാക്കിക്കൊണ്ട് ഖൈറ് ഷെറ് എന്നിവ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗണിതത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. അവർ നട്ടാന്തരങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മത ചടങ്ങുകൾക്കെല്ലാം പ്രത്യേകം വസ്ത്രങ്ങളും വേഷങ്ങളുമുണ്ട്. ആ പ്രത്യേക സന്ദർഭങ്ങളിൽ ആ തരം വസ്ത്രങ്ങൾ മാത്രമേ അണിയാൻ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഒരാൾ കുട്ടികളില്ലാതെ മരിച്ചുപോയാൽ അയാൾ ഒരു മോശപ്പെട്ട ആളാണ് എന്ന വിശ്വാസത്തിലേക്കാണ് അവരെത്തുന്നത്. മാത്രമല്ല അയാളൊരു മോക്ഷമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അയാള് ആഖിറത്തിൽ എത്തുകയില്ല. അയാള് മറിച്ച് വേറെ ഒരു ആളായി പുനർജനിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു അവതാര വിശ്വാസവും അവർക്കിടയിൽ ഇപ്പോൾ നിലവിലുണ്ട്. മാത്രമല്ല അതിലേറെ വലിയ ഒന്ന് ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗത്തെ പോലെ തന്നെ, പെന്തക്കോസ്ത് വിഭാഗത്തെ പോലെ തന്നെ അവര് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. മരുന്ന് കൊണ്ട് ബാഹ്യമായോ ആന്തരികമായോ യാതൊരു മരുന്നുകളും അവർ ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവർ അവരുടെ ഫലസ്ത എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ട വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അത് സുഖപ്പെടുത്തണം. അല്ലെങ്കിൽ അവർ സന്തോഷപൂർവ്വം സ്നാനം ചെയ്ത് തയ്യാറായി മരണത്തിന് കീഴ്പ്പെടണമെന്നാണ് അവരുടെ മതം പറയുന്നത്. മാത്രമല്ല അവരുടെ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നത് ജാതകം നോക്കി തന്നെ ആയിരിക്കണം, നക്ഷത്രങ്ങളുടെ ദശകൾ എല്ലാം നോക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് അവരുടെ മതത്തിന്റെ താല്പര്യമാണ്. അറുത്ത മാംസങ്ങൾ അവർക്ക് ഭക്ഷിക്കാവുന്നതാണ്. പക്ഷേ അറുക്കുന്നത് മതപുരുഷൻ മാത്രമായിരിക്കണം. അറുക്കുന്നത് പകൽ സമയത്ത് തന്നെ ആയിരിക്കണം. അറുക്കുന്നത് അവരുടെ ആഘോഷ ദിവസങ്ങളിൽ തന്നെ ആയിരിക്കണം. അല്ലാത്ത ദിവസങ്ങളിൽ എന്തറിവ് നടത്തണമെങ്കിലും അതിന് വലിയ മതപുരുഷന്റെ സമ്മതം ലഭിച്ചിരിക്കണം. അനന്തരാവകാശത്തിന്റെ കാര്യവും വിചിത്രമാണ്. അവരിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ മൂത്ത മകന് മാത്രമേ അനന്തരാവകാശം ലഭിക്കുകയുള്ളൂ. ബാക്കിയുള്ള മക്കൾക്ക് ആർക്കും അനന്തരാവകാശം ലഭിക്കുകയില്ല. ഇങ്ങനെയുള്ള വളരെ വിചിത്രമായ സ്വഭാവങ്ങളും വിചിത്രമായ വിശ്വാസങ്ങളുമുള്ള ഒരു ജനവിഭാഗമാണ് ഈ സാബിയൻ മതക്കാർ. സാബിയൻ മതക്കാരെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വന്നത്, അവർ ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ, അല്ലെങ്കിൽ ഷീസ് നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ, അല്ലെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ ഉള്ള ഒരു ജനസമൂഹമാണ്. ലോകത്തെ ഏറ്റവും പ്രാചീനമായ മതസമൂഹങ്ങളിൽ ഒരു സമൂഹമാണ് സാബിയൻ മതക്കാർ. ആ സമൂഹം അവിടെ നിന്ന് ഇന്നുവരേക്കും ജീവിച്ച് കടന്നു പോരുന്നതിനാൽ ആ യാത്രക്കിടയിൽ അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം കാര്യമായ മാറ്റങ്ങളും കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നാം പറഞ്ഞു വന്നത്. അവരവരുടെ മതപുരുഷനായി കാണുന്നത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് സ്നാനം ചെയ്യുക എന്നതാണ്. ഇത് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രാചീനമായ മതക്കാർ എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രാചീനമായ ഒരു ജനസമൂഹമായ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അവിടെ പല കാര്യങ്ങളും പഠിക്കാനുണ്ടാകും. കാരണം പിൽക്കാലത്ത് ജനവാസം ആരംഭിച്ച ഒരു പ്രദേശമല്ല ഏതു കണക്കനുസരിച്ചും ഏതു ചരിത്രമനുസരിച്ചും ഭാരതം.
ഭാരതത്തിൽ വളരെ അതിപ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യന്മാർ താമസിച്ചു വന്നു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നാം പരാമർശിച്ച ആദ് സമൂദ് സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ആര്യന്മാർ എന്ന് പറയുന്ന പിൻതലമുറയായിരുന്നു എന്നാണ്. പക്ഷെ ആര്യന്മാർ വരുമ്പോൾ തന്നെ ഇന്ത്യയിൽ ദ്രാവിഡന്മാർ എന്ന അടിസ്ഥാന വർഗം ഉണ്ടായിരുന്നു. ദ്രാവിഡന്മാരുടെ മതം ഏതായിരുന്നു? ദ്രാവിഡന്മാർ ഏതു മതക്കാരായിരുന്നു? വളരെ ശക്തമായ അന്വേഷണമാണ് ആ മേഖലയിൽ നിലനിൽക്കുന്നത്. ദ്രാവിഡന്മാരെ സംബന്ധിച്ച് പഠിക്കാൻ നാം മണ്ണിന്റെ അടിയിൽ കുഴിച്ചു നോക്കി അവരുപേക്ഷിച്ച അവശിഷ്ടങ്ങൾ ആധാരമാക്കിക്കൊണ്ടാണ് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ത്യയിൽ വിഭജനത്തിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യയിലും ഇപ്പോൾ പാകിസ്ഥാനിലുമായി നിൽക്കുന്ന ആ പ്രദേശങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. മോഹൻജുദാരയും ഹാരപ്പയും. ഇവിടെ നടത്തിയ ഉത്ഖനനങ്ങളിലൂടെ വലിയ ഗ്രാമങ്ങളുടെ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഗ്രാമങ്ങളുടെ പ്രത്യേകത പരിശോധിച്ച് നോക്കിയ പണ്ഡിതന്മാർ, ഗവേഷകന്മാർ കണ്ടെത്തിയത് വളരെ അത്ഭുതകരമായൊരു സംഭവമാണ്. എന്താണെന്നറിയാമോ? ഒന്ന്, ധാരാളം കുളിപ്പുരകളുള്ള എല്ലാ വീടുകൾക്കും കുളിപ്പുരയുണ്ടായിരിക്കും. എല്ലാ വീടുകൾക്കും ജലാശയമുണ്ടായിരിക്കും. എല്ലാ വീടുകളിൽ നിന്നുമുള്ള മലിന ജലം ഒഴുക്കിവിടാൻ സമഗ്രമായ ഓവുചാൽ പദ്ധതി, അഴുക്കുചാൽ പദ്ധതിയുണ്ട്. അതാ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇത് സൂചിപ്പിക്കുന്നത് മോഹൻജോദാരയിലും ഹാരപ്പയിലും ജീവിച്ചിരുന്ന സിന്ധു നദീതട സംസ്കാരത്തിന്റെ അധിപന്മാരായിരുന്ന പുരാതന ദ്രാവിഡന്മാർ അവർ ധാരാളം വെള്ളം ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരുന്നു. സാധാരണഗതിയിലെ വെള്ളം ഉപയോഗം പോരാ. അതിന് ഇത്രമാത്രം വലിയ സംവിധാനത്തോടുകൂടെ അക്കാലത്ത് ഒരു അഴുക്കുചാൽ സംഭവം ആവശ്യമില്ല. മാത്രമല്ല, ഒരു സ്ഥലത്ത് വെച്ച് ഒരു ആരാധനാലയവും കണ്ടെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഗവേഷകന്മാർക്ക്. ആ ആരാധനാലയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആരാധനാലയത്തിന്റെ നടുവിൽ ഒരു വലിയ കുളം, അതിന് തൊട്ടടുത്തായി ഒരു വലിയ കിണർ. ആ കിണറിന്റെയും കുളത്തിന്റെയും ചുറ്റുഭാഗത്തായി ചതുരത്തിൽ ധാരാളം കുളിപ്പുരകളിൽ നിന്നെല്ലാം ഓവുചാലുകളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. കുളിപ്പുരയിൽ നിന്ന് കുറച്ചകലെയായി ഒരു മണ്ഡപം, തൂണിന്മേൽ ഉയർത്തിയ ഒരു ആരാധനാ കേന്ദ്രം. ആ ആരാധനാ കേന്ദ്രം ധ്രുവ നക്ഷത്രത്തിന് നേരെയാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഇത് മോഹൻജോദാരയിലും ഹാരപ്പയിലും നടത്തിയ ഉത്ഖനനങ്ങളിലൂടെ ആധുനിക ലോക സമൂഹം കണ്ടെത്തിയ സംഭവമാണ്. ആധുനിക ചരിത്രകാരന്മാർ കണ്ടെത്തിയ സംഭവമാണ്. സാബിയൻ മതക്കാരെ സംബന്ധിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് ഖുർആനിന്റെ അഹ്ലുകാർക്ക് ഇനി ഇത് കൂട്ടി വായിക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഇന്ത്യയിലെ അടിസ്ഥാന ജനതയായ ദ്രാവിഡ സമൂഹത്തിന്റെ അടിസ്ഥാന മതവിശ്വാസം ഏകദൈവ വിശ്വാസമായിരുന്നു. സാബിയൻ മതക്കാർക്ക് കാലക്രമത്തിൽ എന്തൊക്കെ അപജയങ്ങൾ പറ്റിയോ, എന്തൊക്കെ മാറ്റങ്ങൾ വന്നോ, ആ മാറ്റങ്ങളൊക്കെ അവർക്കും വന്നു. അവർ ധ്രുവനക്ഷത്രത്തെ ആരാധിക്കാൻ തുടങ്ങി. ധ്രുവനക്ഷത്രത്തെ ആരാധിക്കാൻ ധ്രുവനക്ഷത്രം നേരെ തിരിഞ്ഞു നിർത്തിയ ആരാധനാലയം അവർക്കുണ്ടായിരുന്നു. സ്നാനം ചെയ്യിക്കാൻ ധാരാളം കുളങ്ങളും അതുപോലെ തന്നെ കുളിപ്പുരകളും അവർക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ സാബിയൻ മതക്കാരാണ് ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിന്റെ മതം സാബിയൻ മതമായിരുന്നു എന്ന് ചരിത്രത്തിന്റെ ചില അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്ന പുസ്തകത്തിൽ സാബി മതത്തിന്റെ പൗരാണികതയെ സംബന്ധിച്ച് ഗ്രന്ഥകാരൻ ഇങ്ങനെ പറയുകയാണ്: ലോകത്തെ ഏറ്റവും ആദ്യമായി ഉടലെടുത്ത പ്രവാചക മതമാകുന്നു സാബി മതം. നോഹയുടെ മതമായിരുന്നു അതെന്ന് ചില മുസ്ലിം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഖലീലിനെ ഉദ്ധരിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഖുർആൻ ഭാഷ്യത്തിൽ സാബികൾ നോഹയുടെ മതക്കാരാണ് എന്ന് അവകാശപ്പെടുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു നദീം എന്ന പ്രസിദ്ധ മുസ്ലിം ചരിത്രകാരൻ തന്റെ അൽ ഫിഹ്റിസ്തിൽ സാബികളെക്കുറിച്ച് സുദീർഘമായി പ്രതിപാദിച്ച കൂട്ടത്തിൽ പറയുന്നു: ഇബ്രാഹിം നബിയുടെ മുമ്പുള്ള നൂഹിന്റെയും ഷീത്തിന്റെയും അനുയായികളാണ് തങ്ങളെന്ന് സാബികൾ അവകാശപ്പെടുന്നു. ഷീത്തിന്റെ വേദം അവരുടെ വശമുണ്ടായിരുന്നു. ധർമ്മകാര്യങ്ങളെയാണ് അതിൽ പ്രതിപാദിച്ചിരുന്നത്. ഭാരതപ്പഴമ വാള്യം 2 പേജ് 196. മറ്റൊരു മുസ്ലിം പണ്ഡിതനായ ഇബ്നു ഹസമിനെ ഉദ്ധരിച്ച് സുലൈമാൻ നദ്വി എഴുതുന്നു:
ലോകത്തിലെ ഏറ്റവും പ്രാചീന മതമാണ് സാബി മതം. വഹബ് ബിൻ മുനബ്ബ്, അബ്ദുറഹ്മാൻ ബിൻ സെയ്ദ്, ഇമാം റാസി, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിം മുതലായ ഒട്ടേറെ മുസ്ലിം പണ്ഡിതന്മാർ സാബി മതക്കാർ ഏകദൈവ വിശ്വാസികളാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആകയാൽ ആദിയിൽ സത്യമതക്കാരായിരുന്നു സാബികൾ. മറ്റെല്ലാ സമുദായങ്ങളെയും പോലെ അവരും കാലാന്തരത്തിൽ വ്യതിചലിച്ചു. സൈന്ധവ സംസ്കാരം ഏകദൈവത്തിൽ അധിഷ്ഠിതമായിരുന്നുവെന്ന അഭിപ്രായത്തെയാണ് നാം പിന്താങ്ങുന്നത്. പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഇതിന് ഉപോദ്ബലകമാണ്. അവരെ ഉദ്ധരിച്ച് ശ്രീ പി തോമസ് എഴുതുന്നു, ഏകദൈവ വിശ്വാസികളായിരുന്നു അവർ, അഥവാ സിന്ധു നടവാസികൾ എന്ന നിഗമനത്തിലാണ് മിക്കവാറും ഗവേഷകന്മാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭാരതീയ സംസ്കാര സാമ്രാജ്യ ചരിത്രം, പേജ് 18. അപ്പോൾ നോഹയുടെ അനുയായികളായ സാബിയന്മാരായിരുന്നു അവർ. കാലക്രമത്തിൽ അവർക്കും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. എന്നിരുന്നാലും അവരുടെ അടിസ്ഥാനപരമായ മതസങ്കല്പത്തിന്റെ ലക്ഷണങ്ങൾ പലതും പിന്നെയും അവശേഷിച്ചിരുന്നു. പ്രാചീന ഇന്ത്യക്കാരുടെ മതവിശ്വാസത്തെപ്പറ്റി ഒരു മുസ്ലിം മതപണ്ഡിതനായ മുഹമ്മദ് ഷിഹ്റസ്ഥാനി എഴുതുന്നു, ബ്രാഹ്മണന്മാരിൽ ഒരു പക്ഷത്തിന്റെ ചായ്വ് ദ്വൈതവാദത്തിലേക്കായിരുന്നു. ഇന്ത്യക്കാരിൽ അധിക പക്ഷവും സാബികളത്രേ. അവർ ഇബ്രാഹിം നബിയെ അംഗീകരിക്കുന്നു. സാബി മതത്തിലെ വിവിധ പദ്ധതികളാണ് അവർ അവലംബിച്ചു വരുന്നത്. ക്രിസ്താബ്ദം 1070 ചരമഗതി പ്രാപിച്ച ഖാസി സായിദുൽ ഉന്ദുലുസി എന്ന മുസ്ലിം പണ്ഡിതൻ തന്റെ തബക്കാത്തുൽ ഉമ്മം എന്ന കൃതിയിലും ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ഇവർ അധികപക്ഷമെന്ന് പ്രയോഗിച്ചത് സൈന്ധവ സംസ്കാരത്തിന്റെ പാരമ്പര്യക്കാരായ ദ്രാവിഡന്മാരെയാകാം. ആകയാൽ ഭാരതീയ സംസ്കാരത്തിന്റെ അടിത്തറ പാകിയവർ മഹാനായ നോഹ പ്രവാചകന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരും അനുയായികളുമായിരുന്നുവെന്ന നിഗമനത്തിലാണ് അവസാനമായി നാം എത്തിച്ചേരുന്നത്. അവർ സാബിയൻ മതക്കാരും ഇന്നത്തെ ദ്രാവിഡ വിഭാഗങ്ങളുടെ പൂർവന്മാരുമായിരുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്.